ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ ക്ലാസ്സുകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റുകൾ ഇടാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി തന്നേക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് 2ാമത്തെ പാർട്ട് അളവുകളും യൂണിറ്റും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് മാസിൻ്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ചാണ്. കടയിൽ ആപ്പിൾ തൂക്കുന്നതിൻ്റെ ചിത്രം ശ്രദ്ധിക്കൂ. അപ്പോൾ കടയിൽ നമുക്കറിയാം, കടയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ആപ്പിളോ ഓറഞ്ചോ എന്തായാലും നമ്മൾ വാങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഒരു തട്ടിൽ ആ ഒരു സാധനവും മറ്റേ തട്ടിൽ ആ തൂക്കക്കട്ടിയും വച്ചതിന് ശേഷമാണ് തൂക്കം കണക്കാക്കുന്നത്. എന്തിനാണ് ഇവിടെ ഒരു തട്ടിൽ തൂക്കക്കട്ടി വച്ചത്? തൂക്കക്കട്ടിയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തൂക്കക്കട്ടിയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തൂക്കക്കട്ടി വയ്ക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. അപ്പോൾ എന്താണ് മാസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഇവിടെ ഒരു ചിത്രം 1/24 കാണിച്ചിരിക്കുന്ന തൂക്കക്കട്ടിയുടെ ചിത്രം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തൂക്കക്കട്ടി. 10 കിലോഗ്രാമിൻ്റെ ഒരു തൂക്കക്കട്ടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പം നമ്മൾ കണ്ടു അല്ലേ, എന്തായിരുന്നു അതിൽ രേഖപ്പെടുത്തിയത്? 10 കിലോഗ്രാം. ഇങ്ങനെ ഒരു തൂക്കക്കട്ടിയാണ് നമ്മൾ അവിടെ കണ്ടത്. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആകുന്നു. അപ്പം മാസിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കിലോഗ്രാമിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? kg. സ്മോൾ കെയും സ്മോൾ ജിയും ഇങ്ങനെ kg എന്നാണ് നമ്മൾ കിലോഗ്രാമിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകം നമ്മൾ പഠിച്ചു. മാസിന് കിലോഗ്രാം കൂടാതെ മറ്റ് യൂണിറ്റുകൾ ആവശ്യമായി വരില്ലേ? അപ്പോൾ മാസിന് കിലോഗ്രാം മാത്രമല്ല മറ്റ് യൂണിറ്റുകളും ആവശ്യമായി വരും. ഗുളികകളിലും പേസ്റ്റിൻ്റെ കവറിലുമൊക്കെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഗുളികകൾ കണ്ടു കഴിഞ്ഞാൽ കിലോഗ്രാം എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. മറിച്ച് നമ്മുടെ ഇവിടെ ഒരു പിൽസിൻ്റെ ഒരു ഗുളികയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ 650 mg എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? 650 mg എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മില്ലിഗ്രാം ആണെന്നറിയാം. അതുപോലെ പേസ്റ്റിലൊക്കെ 200 ഗ്രാം 500 ഗ്രാം അങ്ങനെയാണ് പേസ്റ്റിലൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? ഗ്രാമിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാസിൻ്റെ വ്യത്യസ്ത അളവുകളെന്ന് പറയുന്നത്. മില്ലിഗ്രാം, ഗ്രാം എന്നിവ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. അപ്പോൾ മാസിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മില്ലിഗ്രാം പറയാം, ഗ്രാം പറയാം. ഇവയൊക്കെ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. 1 ഗ്രാം എന്നാൽ 1000 മില്ലിഗ്രാം ആണ്. അപ്പോൾ 1 ഗ്രാം എത്ര മില്ലിഗ്രാം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. മാസിൻ്റെ വലിയ യൂണിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ മാസിൻ്റെ വലിയ യൂണിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലോറികളിൽ ഭാരം കയറ്റിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടില്ലേ? വലിയ ഇത്തരം അളവുകൾ ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത്? അപ്പോൾ നമ്മുടെ ലോറികളിലൊക്കെ ഭാരം കയറ്റിക്കൊണ്ട് വരുമ്പോൾ ആ ഒരു അളവ് ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം. വലിയ വലിയ യൂണിറ്റുകളൊക്കെ നമ്മൾ പ്രസ്താവിക്കുന്നത് ഏതിലാണ്? കിൻഡൽ, ടണ്ണ് എന്നിവ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്. അപ്പോൾ മാസിൻ്റെ വലിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? കിൻഡൽ പറയും, അതുപോലെ ടണ്ണ് പറയും. ഇതൊക്കെ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ്.
താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും മാസിൻ്റെ യൂണിറ്റുകൾക്ക് കിലോഗ്രാമുമായുള്ള ബന്ധം മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂണിറ്റ് കിലോഗ്രാമുമായുള്ള ബന്ധം. മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ കിലോഗ്രാമുമായിട്ടുള്ള ബന്ധം എന്താണ്? 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര മില്ലിഗ്രാമാണ്? 10 ലക്ഷം മില്ലിഗ്രാമാണ് 1 കിലോഗ്രാം. അപ്പോൾ 1 കിലോഗ്രാം മില്ലിഗ്രാമിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാമാണ്? 10 ലക്ഷം മില്ലിഗ്രാമാണ് 1 കിലോഗ്രാം. ഇനി ഗ്രാമിൽ പറയുകയാണെങ്കിലോ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അപ്പോൾ 1 കിലോഗ്രാമിനെ നമ്മൾ ഗ്രാമിൽ പറയുമ്പോൾ 1000 ഗ്രാമാണ്. അതുപോലെ നമ്മൾ മില്ലിഗ്രാമിൽ പറയുമ്പോൾ എത്രയാ? 10 ലക്ഷം മില്ലിഗ്രാമാണ് 1 കിലോഗ്രാം. ഇനി കിൻഡൽ, 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100. നമ്മൾ കിൻഡൽ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? 1 കിൻഡൽ എന്ന് പറയുമ്പം 100 കിലോഗ്രാമാണ്. 100 കിലോ ചേരുമ്പോഴാണ് 1 കിൻഡൽ ആവുന്നത്. ഇനി ടൺ ആണെങ്കിലോ ടണ്ണ്, 1 ടൺ എന്ന് പറയുമ്പം അത് 1000 കിലോഗ്രാമാണ്. 1 ടണ്ണ് 1000 കിലോഗ്രാം. ഇനി നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലോട്ടൊന്ന് പറയാം. എന്താണ്? ടണ്ണ്, ക്വിൻ്റല്, ഗ്രാം, മില്ലിഗ്രാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ കിലോഗ്രാമുമായുള്ള ആ ഒരു ബന്ധം പറയുന്നത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ചാണ്. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. ഇതിൻ്റെ പ്രതീകം നമ്മൾ സ്മോൾ ലെറ്റർ എസ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ എസ് ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എസ് ആണ് നമ്മൾ സമയത്തിൻ്റെ SI യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രതീകം. അപ്പോൾ സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. ഇതിൻ്റെ പ്രതീകം സ്മോൾ ലെറ്റർ എസ് ആണ്. സമയം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകളാണ് മിനിറ്റ്, മണിക്കൂർ എന്നിവ. അപ്പോൾ സമയം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകൾ ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം? അതിൽ മിനിറ്റ്, മണിക്കൂർ എന്നിവ സമയം പ്രസ്താവിക്കുന്ന യൂണിറ്റുകളാണ്. മിനിറ്റ്, മണിക്കൂർ എന്നിവ. ഇവയ്ക്ക് സെക്കൻഡുമായുള്ള ബന്ധം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു. മിനിറ്റ്, മണിക്കൂർ ഇതൊക്കെ സമയവുമായി ബന്ധപ്പെട്ട ആ ഒരു യൂണിറ്റുകളാണ്. അപ്പോൾ സമയം പ്രസ്താവിക്കുന്ന യൂണിറ്റുകളാണ് മിനിറ്റ്, മണിക്കൂറും എന്നിവ. ഇവയ്ക്ക് സെക്കൻഡുമായുള്ള ബന്ധം മനസ്സിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇനി യൂണിറ്റും സെക്കൻഡുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മളെ എത്ര സെക്കൻഡാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 3600 സെക്കൻഡാണ് 1 മണിക്കൂർ. ഇനി നമ്മൾ പറയുന്നത് വ്യാപ്തത്തെക്കുറിച്ചാണ്. ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം. അപ്പോൾ ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു. ജലത്തിൻ്റെ വ്യാപ്തം നാം കണ്ടെത്തിയത് ഓർക്കുന്നുണ്ടല്ലോ. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പം ജലത്തിൻ്റെ വ്യാപ്തം നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ പഠിച്ചായിരുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ് വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ്. ഇത് M, സ്മോൾ ലെറ്റർ M എന്ന പ്രതീകം കൊണ്ടാണ് നമ്മൾ വ്യാപ്തത്തിൻ്റെ ഈ ഒരു ക്യൂബിക് മീറ്റർ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് M എന്ന പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. 1 സെൻറ്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളെ ഒരു വലിയ ക്യൂബായി ക്രമീകരിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കണേ. ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? 1 സെൻറ്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകൾ. 1000 ക്യൂബുകൾ എന്തായിരുന്നു? ഒരു വലിയ ക്യൂബായി ക്രമീകരിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വലിയ ക്യൂബിൻ്റെ വ്യാപ്തം 1 ലിറ്റർ ആണെങ്കിൽ
ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധം പൂർത്തിയാക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കാണേണ്ടത്? അപ്പോൾ നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 1000 സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അങ്ങനെയെങ്കിൽ 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലി ലിറ്റർ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ നമുക്ക് പറയാം 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. ഇനി നമ്മൾ സാന്ദ്രത അഥവാ ഡെൻസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാർഡ്ബോർഡ് പെട്ടിയെടുത്ത് അതിൻ്റെ വ്യാപ്തം കണക്കാക്കുക. ഇതിൽ മരപ്പൊടി നിറച്ച് മാസ് കണ്ടുപിടിക്കുക. ശേഷം മണൽ നിറച്ച് മാസ് കണ്ടെത്തുക. കണ്ടെത്തലുകൾ പട്ടികപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കായുള്ള ആ ഒരു വർക്ക് ഷീറ്റാണ്. ഇനി മാസ് ബൈ വ്യാപ്തം എന്നത് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസാണ്. അപ്പോൾ മാസ് ഭാഗം വ്യാപ്തം എന്ന് പറയുമ്പം അതെന്താ സൂചിപ്പിക്കുന്നത്? യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസാണ് ഈ മാസ് ബൈ വ്യാപ്തം എന്ന് പറയുന്നത്. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. അപ്പോൾ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിന് എന്തെന്ന് പറയുന്നു? സാന്ദ്രത എന്ന് പറയുന്നു. അപ്പോൾ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണപ്പോൾ? മാസ് ഭാഗം വ്യാപ്തം. അപ്പോൾ മാസ് ഭാഗം വ്യാപ്തം, അതിനെയാണ് നമ്മൾ സാന്ദ്രത എന്ന് പറയുന്നത്. എന്താണ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് നമ്മൾ സാന്ദ്രത എന്ന് പറയുന്നത്. ഇവിടെ മരപ്പൊടിക്കും മണലിനും ഒരേ വ്യാപ്തമാണെങ്കിലും യൂണിറ്റ് വ്യാപ്തത്തിലുള്ള മാസ് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. അപ്പം വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലാണെങ്കിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. അപ്പോൾ നമ്മളൊരു പ്രത്യേക പദാർത്ഥം എടുക്കുമ്പോൾ ആ പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എങ്ങനെയാണ്? സാന്ദ്രത ഒരു സ്ഥിരം സംഖ്യയാണ്. പെട്രോൾ പമ്പുകളിൽ സാന്ദ്രത സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സാന്ദ്രത എന്ന് പറഞ്ഞാൽ സാന്ദ്രത ഒരു സ്ഥിരം സംഖ്യയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടിസ്ഥാന യൂണിറ്റുകൾ അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1960 ഡേറ്റ് ശ്രദ്ധിച്ചോളണം. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. അപ്പോൾ എന്നാണ് നമ്മൾ പറഞ്ഞു 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനത്തിൽ എന്ത് ചെയ്തു? അളവുകളുടെ സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI സമ്പ്രദായം അല്ലെങ്കിൽ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും എന്തുണ്ട്? ഓരോ യൂണിറ്റുകളുണ്ട്. ഇനി അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? അടിസ്ഥാന യൂണിറ്റുകളെന്ന് പറയുന്നു. അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകളും അതുപോലെ അവയുടെ പ്രതീകങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നീളം. നീളത്തിൻ്റെ ആ ഒരു അടിസ്ഥാന യൂണിറ്റ്, നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. നീളത്തിൻ്റെത് മീറ്ററാണ്. നമ്മൾ അതിൻ്റെ പ്രതീകം എങ്ങനെ എഴുതും? സ്മാൾ ലെറ്റർ M ആയിട്ട് നമ്മളതിനെ സൂചിപ്പിക്കും, സ്മാൾ ലെറ്റർ M. ഇനി മാസിൻ്റെത് എന്താണ്? കിലോഗ്രാം ആണ്.
മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അത് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? പ്രതീകം kg എന്ന് സൂചിപ്പിക്കും. ഇനി സമയത്തിൻ്റെത് സെക്കൻഡാണ്. സമയം സെക്കൻഡ്, അത് എസ് എന്ന് നമ്മൾ സൂചിപ്പിക്കും. സ്മാൾ ലെറ്റർ എസ് ആണ്. ഇനി താപനിലയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. ഈ കെൽവിൻ്റെ കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലുള്ള കെ ആണ് എഴുതുന്നത്. ഇനി വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആംബിയർ ആണ്. അത് നമ്മൾ ക്യാപിറ്റൽ എ എന്ന ആ ഒരു അക്ഷരത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഇനി പദാർത്ഥത്തിൻ്റെ അളവ്, അതിനെ നമ്മൾ മോൾ MOL എന്ന പ്രതീകം കൊണ്ട് സൂചിപ്പിക്കും. മോൾ എന്നാണ് നമ്മൾ അതിൻ്റെ ആ ഒരു SI യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് പറയുന്നത്. അടുത്ത് പറയുന്നത് പ്രകാശ തീവ്രത എന്ന് പറഞ്ഞാൽ CD അഥവാ കാൻഡലയാണ്. കാൻഡല അല്ലെങ്കിൽ CD ആണ് പ്രകാശ തീവ്രത. ഇനി നോക്കിയേ, SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഈ SI യൂണിറ്റുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത് നമ്മൾ പറയുന്നത് ഇതൊരു ഏകീകൃത യൂണിറ്റുകളാണ്. അപ്പോൾ SI യൂണിറ്റ് എന്താണ്? ഏകീകൃത യൂണിറ്റുകളാണ് SI യൂണിറ്റുകൾ. അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. അപ്പോൾ ഏകീകൃത യൂണിറ്റ് ആണെന്ന് പറഞ്ഞു, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണെന്ന് പറഞ്ഞു. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകളുടെ പ്രത്യേകത മനസ്സിലായോ? ഇവയെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. അടുത്ത് നമ്മൾ പറയുന്നത് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതിനെക്കുറിച്ചാണ്. വ്യുൽപ്പന്ന അളവുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. വ്യാപ്തം, സാന്ദ്രത എന്നിവ വ്യുൽപ്പന്ന അളവുകളാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സാന്ദ്രത നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ സാന്ദ്രത കണക്കാക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വ്യുൽപ്പന്ന അളവുകളിൽ വരുന്നതാണ് വ്യാപ്തം, സാന്ദ്രത എന്നിവ. അപ്പോൾ ഈ വ്യാപ്തവും സാന്ദ്രതവും വ്യുൽപ്പന്ന അളവാണ്. ഇവയുടെ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. അപ്പോൾ സാന്ദ്രതയുടെയും അതുപോലെ വ്യാപ്തത്തിൻ്റെയും യൂണിറ്റുകൾക്ക് പൊതുവേ പറയുന്ന പേരാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. വ്യുൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. അപ്പോൾ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടിസ്ഥാന യൂണിറ്റുകളെ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാൻ സഹായിക്കുന്നവയാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഇവയുടെ യൂണിറ്റുകൾ കണ്ടെത്തുന്നതിന് അടിസ്ഥാന യൂണിറ്റുകൾ പ്രയോജനപ്പെടുത്തിയാണ്. അപ്പോൾ ഈ വ്യുൽപ്പന്ന യൂണിറ്റുകളുടെ അളവുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തിയാണ് വ്യുൽപ്പന്ന യൂണിറ്റുകളെ കണ്ടെത്തുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ വ്യുൽപ്പന്ന അളവുകൾ യൂണിറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഒന്നാമത്തേത് പരപ്പളവ്. അപ്പോൾ വ്യുൽപ്പന്ന യൂണിറ്റുകളിൽ പരപ്പളവ് സമവാക്യം എങ്ങനെയാണ്? പരപ്പളവ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നീളം ഇൻറ്റു വീതി, നീളവും വീതിയും ആയിട്ട് ഗുണിച്ചാൽ മതി. അതിൻ്റെ യൂണിറ്റ് എന്താണ്? M ഇൻറ്റു M ഇസ് ഈക്വൽ ടു M² എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി വ്യാപ്തത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് വ്യാപ്തം സമം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ വ്യാപ്തത്തിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ വന്നു? നീളവും വീതിയും ഉയരവും വന്നു. അപ്പോൾ M ഇൻറ്റു M ഈസ് ഈക്വൽ ടു M ഇൻറ്റു M ഈസ് ഈക്വൽ ടു H, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ M ഇൻറ്റു H അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി സാന്ദ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്, അപ്പോൾ സാന്ദ്രത പറയുമ്പോൾ നമുക്ക് സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്, കിലോഗ്രാം, പരിമാണം, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾക്ക് ഒരു നിർവചനം എഴുതി നോക്കൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യുൽപ്പന്ന യൂണിറ്റുകൾക്കൊരു നിർവചനം. എന്താണ് വ്യുൽപ്പന്ന യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ, അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. അപ്പോൾ എന്താ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ, ഒന്നുകിൽ ആ യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതായിരിക്കും, അതല്ലാണ്ടെങ്കിൽ എന്താണ്? അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്.
യൂണിറ്റുകൾ എഴുതുമ്പോൾ ഇനി ഇവിടെ ദാണ്ട് മീറ്റർ, എം, ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുന്നതാണ് പറയുന്നത്. മീറ്റർ, എം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളും എഴുതുമ്പോൾ സാർവദേശീയമായി പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? രണ്ട് ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ശരിയായ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് താഴെ തന്നിട്ടുണ്ട്. ആ പട്ടിക നമുക്ക് നോക്കാം. ഇനം, അളവ്. 1.5 ലിറ്റർ ജലത്തിൻ്റെ മാസ്. 1.5 ലിറ്റർ ജലത്തിൻ്റെ മാസ് നമുക്ക് കാണണം. അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ എങ്ങനെ എഴുതും? 1.5 kg എന്നെഴുതും. 1.5 കിലോഗ്രാം, അതാണ് 1.5 ലിറ്റർ ജലത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി ജലത്തിൻ്റെ സാന്ദ്രതയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ജലത്തിൻ്റെ സാന്ദ്രത മനസ്സിലാക്കാൻ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നതാണ് ജലത്തിൻ്റെ സാന്ദ്രത. 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് നമ്മളിതിന് പറയും. ഇവയുടെ യൂണിറ്റ് രേഖപ്പെടുത്തുന്നതിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകൾ വിശദീകരിക്കുന്ന ഒരു പട്ടിക താഴെ നൽകിയിട്ടുണ്ട്. ഇവ ഓരോന്നും ശരിയായ രേഖപ്പെടുത്തലുമായി താരതമ്യം ചെയ്ത് യൂണിറ്റുകളുടെ രേഖപ്പെടുത്തലിനുള്ള പൊതു നിയമാവലി നിർദ്ദേശിക്കാമോ? അപ്പോൾ ഇവിടെ തെറ്റായ രേഖപ്പെടുത്തൽ തന്നിട്ടുണ്ട്. പൊതു നിയമാവലിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1.5 kg. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പം എന്താ ഒരു തെറ്റ് വന്നിരിക്കുന്നത്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുക, അതാണ് പൊതു നിയമാവലിയിൽ പറയുന്നത്. 1000 കിലോഗ്രാംസ് മീറ്റർ ക്യൂബ് 1.5 കിലോഗ്രാംസ് എന്ന് പറയുമോ? ഇല്ല. കാരണം നമ്മൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നേ പറയത്തുള്ളൂ. അവിടെ എസിൻ്റെ ആവശ്യമില്ല. അതുപോലെ 1.5 കിലോഗ്രാംസ് എന്ന് പറയത്തില്ല, കിലോഗ്രാം എന്നേ പറയുള്ളൂ. ഇനി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് 1.5 കിലോഗ്രാം. അപ്പോൾ അത് നമ്മൾ പറയുന്നത് എന്താണ്? ശരിയാണ്, അത് കറക്റ്റ് അളവാണ്. ഇനി 1000 കിലോഗ്രാം പെർ മീറ്റർ അങ്ങനെ നമ്മൾ പറയത്തില്ല. 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. 1000 കിലോഗ്രാം ക്യൂബിക് മീറ്റർ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ നമ്മൾ യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത്. ഇനി 1000 കിലോഗ്രാം 500 ഗ്രാം അങ്ങനെ നമ്മൾ പറയും. കാരണം 1 കിലോഗ്രാം എന്നും 500 ഗ്രാം എന്നും നമ്മൾ പറയാറുണ്ട്. 273 കെൽവിൻ, 250 മീറ്റർ. യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക, അത് നിബന്ധനയാണ്. അപ്പോൾ 273 കെൽവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കെ സ്മോൾ ലെറ്ററിൽ തുടങ്ങണം, കെൽവിൻ. അപ്പോൾ യൂണിറ്റുകളുടെ പേര്. അതുപോലെ 250 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എം സ്മോൾ ലെറ്ററിൽ തുടങ്ങണം. അപ്പോൾ യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കണം. അതല്ല നമ്മൾ 273 കെൽവിന് പകരം കെ ആണെങ്കിൽ ക്യാപിറ്റൽ കെ ഉപയോഗിക്കാം, അങ്ങനെയും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില നിയമാവലികൾ കൂടി പരിചയപ്പെടാം. ഭൗതിക അളവ്, ശരിയായ രീതി, തെറ്റായ രീതി, അതിൻ്റെ നിയമം. അപ്പം നമുക്ക് നോക്കാം. ബലം തന്നിട്ടുണ്ട്, അതിൻ്റെ ശരിയായ രീതിയാണ്. ബലത്തിൻ്റെ ശരിയായ രീതി N ആണ് നമ്മൾ തരുന്നത്, അഥവാ ന്യൂട്ടനാണ് ബലത്തിൻ്റെ ശരിയായ രീതി. തെറ്റായ രീതി N, സ്മോൾ ലെറ്റർ N എഴുതാൻ പാടില്ല. ബലത്തിൻ്റെ യൂണിറ്റ് നമ്മൾ എഴുതുമ്പം N, ക്യാപിറ്റൽ ലെറ്റർ N ആണ് എഴുതാനുള്ളത്. വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതണം. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകമാണെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരം ഉപയോഗിച്ച് എഴുതണം. ഇനി നീളം. ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആണ്. ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ. ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ. അപ്പോൾ പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്.
വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ 60 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ഡെസ്കിൻ്റെ നീളം ആദ്യത്തെ കോളത്തിൽ നമ്മൾ എഴുതുന്നത് അതാണ് ശരി. അല്ലാതെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഡെസ്കിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ കോമയോ കുത്തോ ഒന്നും വേണ്ട. ഇനി ഊർജം എന്ന് പറയുമ്പം എൻ കുത്ത് കഴിഞ്ഞിട്ട് എം തന്നിട്ടുണ്ട്, എൻ സ്പേസ് കഴിഞ്ഞിട്ട് എം തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് വേണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് വേണം എന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ കുറച്ച് അളവ് ഉപകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്ന് ചിത്രം നോക്കി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നീളം അളക്കാൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്കെയില്, അതുപോലെ ടേപ്പ്, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. സ്കെയിൽ ഉപയോഗിച്ച് ഒരു പേനയുടെ നീളം കണ്ടെത്തി എഴുതൂ. ഒരു അളവ് ടേപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഉയരവും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച സ്കെയിൽ ടേപ്പ് ഏത് യൂണിറ്റ് അടിസ്ഥാനമാക്കിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി പേനയുടെ നീളം കാണാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ കണ്ടു. സ്കെയിൽ ടേപ്പ് ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവ് ഏത്? ഇനി ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് നമ്മളൊരു അളവ് അളക്കുന്നു. അങ്ങനെ ആ ഒരു അളവ് അളക്കുന്നതിന് പറയുന്ന പേരാണ് ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നു. നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇതിനേക്കാൾ കുറഞ്ഞ ലീസ്റ്റ് കൗണ്ടുള്ള അളവ് ഉപകരണങ്ങൾ ഉണ്ടോ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയെന്ന് ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കുക. 0.1 സെൻറ്റിമീറ്റർ ആണ്. സ്കെയിൽ ഉപയോഗിച്ച് ഒരു പേപ്പറിൻ്റെ കനം കണ്ടെത്താൻ കഴിയുമോ? അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് പേപ്പറിൻ്റെ കനം കണ്ടെത്തുന്ന വിധം പേപ്പറുകൾ അടുക്കി വച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പേപ്പർ അടുക്കി വെച്ച് കനം അളന്നെഴുതൂ. പേപ്പർ കട്ടിലെ പേപ്പറുകളുടെ എണ്ണം, പേപ്പർ കട്ടിൻ്റെ കനം, പേപ്പറിൻ്റെ കനം, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ അളക്കാൻ സാധിക്കും. അളവ് ജാർ ഉപയോഗിച്ച് വ്യാപ്തം കണ്ടെത്തുന്ന വിധം. ഒരു കല്ലിൻ്റെ വ്യാപ്തം കണ്ടെത്താൻ ശ്രമിക്കാം. ഒരു അളവ് ജാറിൽ ജലമെടുത്ത് അതിൻ്റെ വിതാനം അടയാളപ്പെടുത്തുക. കല്ലിനെ ഒരു നൂലിൽ കെട്ടി ജലത്തിലേക്ക് താഴ്ത്തുക. ജലവിതാനം ഉയരുന്നത് നിരീക്ഷിക്കുക. ഇതിൽ നിന്നും ഉയർന്ന ജലത്തിൻ്റെ വ്യാപ്തം കണക്കാക്കാമല്ലോ. അത് കല്ലിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അളവ് ജാർ ഏത് യൂണിറ്റ് അടിസ്ഥാനമാക്കിയതാണ്? അപ്പോൾ അളവ് ജാറ് എന്ന് പറയുന്നത് ഏത് യൂണിറ്റാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്? അളവ് ജാറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കല്ല് താഴ്ത്തുന്നതിന് മുമ്പുള്ള ജലവിതാനം, താഴ്ത്തിയതിന് ശേഷമുള്ള ജലവിതാനം, കല്ലിൻ്റെ വ്യാപ്തം, ഇതൊക്കെ അളക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് സമയം അളക്കുന്ന വിധമാണ്. സ്റ്റോപ്പ് വാച്ച് ഒരു സമയ ഇടവേള നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ ലോഹഗോളത്തെ നൂലിൽ കെട്ടിത്തൂക്കുക. ലോഹഗോളത്തെ പിന്നോട്ട് വലിച്ച് സാവധാനം വിടുക. ചലനം നിരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള 10 ദോലനത്തിനെടുക്കുന്ന സമയം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്തി രേഖപ്പെടുത്തുക. ഇനി 10 ദോലനത്തിന് ആവശ്യമായ സമയം എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിഷ്ടമുള്ള അളവ് കൊടുക്കാം. ഭൗതിക അളവുകളെ മനസ്സിലാക്കുന്നത് തുടർ പഠനത്തിനും നിത്യജീവിതത്തിൽ അളവുകളും യൂണിറ്റുകളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു വിലയിരുത്തൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തത് കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? കിലോഗ്രാം തന്നിട്ടുണ്ട്, സെക്കൻഡ് തന്നിട്ടുണ്ട്,
മോള് തന്നിട്ടുണ്ട്. ഇവിടെ പെട്ടാത്തത് ഏതാണ്? കിലോമീറ്റർ. അങ്ങനെ ഒരു അളവ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി സമയം, പരപ്പളവ്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, അതുപോലെ പരപ്പളവ് തന്നിട്ടുണ്ട്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത. അപ്പോൾ ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അളവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. സമയവും മാസും വൈദ്യുത പ്രവാഹ തീവ്രത. അപ്പോൾ അതിലില്ലാത്ത എന്താണ്? പരപ്പളവാണ്. അതൊരു വിൽപ്പന യൂണിറ്റാണ്. ഇനി നമ്മൾ പറയുന്നത് മീറ്റർ, കിലോഗ്രാം, അതുപോലെ സെക്കൻഡ്, നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് എന്നിവയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ഡിഗ്രി സെൽഷ്യസ് ആണ്. നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ താഴെ തന്നിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് മീറ്ററുമായുള്ള ബന്ധം. അപ്പോൾ കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം. 1 കിലോമീറ്റർ എത്ര മീറ്ററാണ്? അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ. ഇനി അടുത്തതായിട്ട് 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്ററാണ്? 1 മില്ലിമീറ്റർ ഒരു മില്ലിമീറ്റർ എത്ര മീറ്റർ?
1 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ? അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. താഴെ തന്നിരിക്കുന്ന അളവുകളെ വിലയിൽ വ്യത്യാസം വരാതെ SI യൂണിറ്റിലേക്ക് എഴുതുക. മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വിലയിൽ വ്യത്യാസം വരരുത്, പക്ഷേ നമ്മുടെ SI യൂണിറ്റിലോട്ട് മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വിലയിൽ വ്യത്യാസം വരാതെ 2000 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 2 കിലോഗ്രാമാണ്. ഇനി ഒരു അവർ എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റാണ്. ഇനി 1.5 km 1.5 km എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ. ഇനി 200 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 150 മീറ്റർ എന്ന് പറയാം. അതുപോലെ 200 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം അതെത്രയാണ്? 200 സെൻറ്റിമീറ്റർ 2 മീറ്ററാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് മാസിൻ്റെത്. അപ്പോൾ നമുക്കറിയാം ആരോഹണ ക്രമമാകുമ്പം നമുക്ക് ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങാം. അപ്പം നമ്മൾ മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, ക്വിൻ്റൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഫസ്റ്റ് നമ്മൾ ആരെടുക്കും? ആദ്യം നമ്മൾ മില്ലിഗ്രാമാണ് എടുക്കുന്നത്, പിന്നെ ഗ്രാം എടുക്കും. മില്ലിഗ്രാം വരും, ഗ്രാം, പിന്നെ കിലോഗ്രാം, പിന്നെ ക്വിൻ്റൽ, അങ്ങനെയാണ് പോകുന്നത്. ഇനി ഇവിടെ തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നീളം, മാസ് എന്നിവയ്ക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന വിവിധ യൂണിറ്റുകൾ കണ്ടെത്തി സ്ലൈഡ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ചാർട്ട് തയ്യാറാക്കാൻ കുട്ടികൾക്കുള്ളതാണ്. യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും കമൻ്റ് ഇടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.